പൊളിഞ്ഞുനാറി KPCC വിശ്വാസ സംഗമം. ഇന്നലെ പത്തനംതിട്ടയിൽ KPCCയുടെ ആഭിമുഖ്യത്തിൽ ശബരിമല സ്വർണ്ണപ്പാളി കൊള്ളയ്ക്കെതിരെ വിശ്വാസികളുടെ ഒരു പ്രതിഷേധ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ നടക്കുന്ന ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട ആ വിഷയം ഭക്തജനങ്ങളിലേക്ക് എത്തിച്ച് പരമാവധി പൊളിറ്റിക്കൽ മൈലേജ് എടുക്കുക, പരമാവധി വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിക്കുക, ഈ വിഷയം ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് KPCC ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. വലിയ പ്രതീക്ഷയോടെയാണ് അവർ ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. എന്നാൽ ഇന്നലെ പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച ഈ പരിപാടി 8 നിലയിൽ പൊട്ടി എന്നാണ് വിവരം. ജില്ലയിലെ 75 മണ്ഡലങ്ങളിൽ നിന്ന് 10,000-കണക്കിന് പ്രവർത്തകർ അവിടേക്ക് ഒഴുകിയെത്തും എന്ന് പറഞ്ഞിട്ട് വളരെ നാമമാത്രമായ പ്രവർത്തകർ മാത്രമായിരുന്നു അവിടെ കൂടിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരൊറ്റ ചാനലുകളിലോ ഇവരുടെ ഫേസ്ബുക്ക് പേജുകളിലോ ഇവരുടെ സോഷ്യൽ മീഡിയകളിലോ ഒന്നും ക്രൗഡിനെ കാണിച്ചിട്ടില്ല. വേദി മാത്രമാണ് കാണിച്ചത്. സാധാരണ പോലെ തന്നെ വേദിയിലായിരിക്കും ഇവരുടെ ആളുകൾ കൂടുതൽ. സകലമാന നേതാക്കന്മാരും ചാടി വേദിയിൽ കയറിയിരിക്കും. അപ്പോൾ വേദി കണ്ടാൽ ഭയങ്കര ഒരു ആൾക്കൂട്ടം തോന്നും. പക്ഷേ ഓഡിയൻസിനെ കാണിക്കൂല. കാരണം ഓഡിയൻസിന്റെ ഭാഗത്ത് കാര്യമായ ആളുകളൊന്നുമില്ല. ഒന്നോർക്കണം, ഒരു KPCC ലോകമെമ്പാടുമുള്ള മലയാളികളെ ഞെട്ടിച്ച ഒരു വിഷയമാണ് ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വൈകാരികമായ ഒരു വിഷയമാണ്. ഭക്തജനങ്ങൾ ഒഴുകിയെത്തും എന്നാണ് ഇവർ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇവരുടെ സകല പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ഒരൊറ്റ വിശ്വാസികളും അവിടേക്ക് എത്തിയില്ല. ഇവരുടെ ഓരോ മണ്ഡലങ്ങളിലെ ഭാരവാഹികൾ മാത്രമാണ് ഈ സംഗമത്തിനു വേണ്ടി എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ നേതാക്കന്മാരുടെ പ്രസംഗം നടത്തിയപ്പോൾ ഓഡിയൻസിനെ ഒരിക്കൽ പോലും കാണിച്ചില്ല. ഇവരുടെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾക്ക് ഇവർ നിർദ്ദേശം കൊടുത്തിരുന്നു, കവർ കൊടുത്തിരുന്നു, ദയവായി വേദി മാത്രം കാണിക്കുക, നേതാക്കന്മാരുടെ പ്രസംഗം കവർ ചെയ്യുക, അതിൽ കേക്കച്ചന്റെ പ്രസംഗം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ബാക്കിയുള്ളവർക്കൊന്നും കാര്യമായിട്ട് കൊടുക്കരുത് എന്നാണ് കേക്കച്ചന്റെ PR ടീം മാധ്യമങ്ങൾക്ക് കൊടുത്തിരുന്ന ഇൻഫർമേഷൻ. അവർ അതുപോലെ തന്നെ ചെയ്തു. ഈ ഓഡിയൻസിനെ ആരും കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടി 8 നിലയിൽ പൊട്ടി. കാര്യമായ മാധ്യമ കവറേജ് ഒന്നും ഈ പരിപാടിക്ക് വന്നില്ല. നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ എത്ര ആഴ്ച, ആ പരിപാടിക്ക് മുമ്പും ആ പരിപാടി നടന്ന അന്നും അതിനുശേഷവും ഒക്കെ വലിയ മാധ്യമ കവറേജ് ആ പ്രോഗ്രാമിന് കിട്ടി, ചർച്ച ചെയ്യപ്പെട്ടു. അന്നും ഇവർ കളിയാക്കി, ഇത്രയും വലിയ പരിപാടി നടത്തിയിട്ടും കാര്യമായി ആളുകളൊന്നും പങ്കെടുത്തില്ല എന്ന്. എന്നാൽ KPCC സംഘടിപ്പിച്ച, വലിയ വീമ്പിളക്കി സംഘടിപ്പിച്ച ഈ പരിപാടി 8 നിലയിൽ പൊട്ടി. ഈ പ്രോഗ്രാമിൽ ഭക്തരായ സ്ത്രീജനങ്ങൾ കൂടുതൽ ഒഴുകിയെത്തിയിരുന്നുവെങ്കിൽ പൊളിറ്റിക്കലി ഇവർ ഏറ്റെടുത്ത വിഷയം അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് നമുക്ക് പറയുമായിരുന്നു. എന്നാൽ ഈ വിഷയത്തിലും ഈ KPCC ഏറ്റെടുത്ത ഈ പരിപാടി 8 നിലയിൽ പൊട്ടി. ജനങ്ങളത് ഏറ്റെടുത്തില്ല. ഞങ്ങൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ വെറും ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്ന നിലയിൽ മാത്രമാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്. വൈകാരികമായി ആ വിഷയത്തെ അവർ ഇതുവരെ എടുത്തിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതുപോലൊരു പ്രതിഷേധ പരിപാടി. ഒരു വിശ്വാസി സംഗമം എന്ന പേരിൽ വിശ്വാസികളെ പ്രതീക്ഷിച്ച് KPCC നടത്തിയ ഈ പരിപാടിയിൽ ആളുകൾ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ആ ഉദ്ദേശം തന്നെ പാളിപ്പോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഈ ശബരിമല തീവട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധം നടത്തുകയും ആ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമാകുകയും ഓഫീസിന്റെ ചില്ല് തല്ലിത്തകർക്കുകയും പൊതുമുതൽ തല്ലിത്തകർത്തു എന്ന പേരിൽ സന്ദീപ് വാര്യർ, അതുപോലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ വിജയ് ഇന്ദുചൂടൻ, നഹാസ് പത്തനംതിട്ട, കൂടാതെ 3 വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ജയിലിലാക്കി. അവർ ഇന്നലെ ഈ പരിപാടി നടക്കുമ്പോഴും കൊട്ടാരക്കര സബ് ജയിലിൽ കഴിയുകയാണ്. അവർ എന്തിനു വേണ്ടിയാണ് സമരം നടത്തി ജയിലിൽ പോയത്? ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ശബരിമലയിൽ നടന്ന ആ തീവട്ടിക്കൊള്ളയിൽ പ്രതിഷേധിച്ച് വളരെ ശക്തമായ പ്രതിഷേധ പരിപാടി നടത്തിയ അവരെ ഒന്ന് സ്മരിക്കുക പോലും ചെയ്യാതെയാണ്
ഈ നാണംകെട്ട കേക്കച്ചനും സംഘവും പത്തനംതിട്ടയിൽ പരിപാടി അവതരിപ്പിച്ചത്. ആ പത്തനംതിട്ടയിൽ അവിടുത്തെ ആ വിഷയത്തിനു വേണ്ടി ജയിലിൽ കിടക്കുന്നവരെ ഒന്ന് അനുസ്മരിച്ചുകൊണ്ട് ആ പരിപാടി ഒന്ന് ആരംഭിച്ചിരുന്നുവെങ്കിൽ അതെത്ര നന്നാകുമായിരുന്നു. എന്നാൽ ഇത്രയും നേതാക്കന്മാർ ഘോരഘോരം ഇവന്മാർ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എങ്കിൽ പോലും മണിക്കൂറുകൾ പല നേതാക്കന്മാരും പ്രസംഗിച്ചിട്ട് പോലും ഈ വിഷയത്തിൽ ജയിലിൽ കിടക്കുന്നവരെ ഒന്ന് സ്മരിക്കുക പോലും ചെയ്തില്ല. അവസാനം പരിപാടിയെല്ലാം തീർന്ന് സദസ്സിലുണ്ടായിരുന്നവരും ജനങ്ങളുമെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഓടി വന്ന് നമ്മുടെ ഉസ്മാൻ രമേശ് മൈക്കിൽ കൂടി ഒറ്റ വരിയിൽ ഈ ജയിലിൽ കിടക്കുന്നവർക്ക് ഒരു അഭിവാദ്യം അർപ്പിച്ചു. അത് വേദിയിലുണ്ടായിരുന്നവരും കേട്ടില്ല, കാണികളായി എത്തിയ ആൾക്കാരും കേട്ടില്ല. ഇത്രയും നാണം കെട്ടവന്മാരാണ്, നിറയില്ലാത്തവന്മാരാണ് എന്ന് മനസ്സിലാക്കുക. കോൺഗ്രസ് പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? പോലീസിന്റെ അടിയും കൊണ്ട് ജയിലിൽ കിടക്കുന്ന അവരെ ഒന്ന് സ്മരിക്കുക പോലും ചെയ്യാതെ ഈ നേതാക്കന്മാർ അവരുടെ പേഴ്സണൽ ഷോ, അവന്മാരുടെ PR ഏജൻസികൾ എഴുതി കൊടുത്തു വിട്ടതനുസരിച്ചുള്ള പെർഫോമൻസ് ആണ് അവിടെ നടത്തിയത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, രാഹുലിന് സംഭവിച്ചതുപോലെ തന്നെ രാഹുലിനെ ഒതുക്കി, അതുപോലെ സന്ദീപ് വാര്യരെ പോലെയുള്ളവരൊക്കെ ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ നാണം കെട്ടവന്. ഇവൻ ഓർക്കുക, ഈ കേക്കച്ചൻ ഓർക്കേണ്ടുന്നത് ഇതിൻ്റെ മൈലേജ് പാർട്ടിക്കല്ലേ വന്നത്. ഇദ്ദേഹം ഇതിനെല്ലാം നോക്കിക്കാണുന്നത് തനിക്ക് മുകളിൽ കയറുവാനുള്ള എന്തോ എഫോർട്ടാണ്, ഈ ചെറുപ്പക്കാർ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എന്ന് ഇയാൾ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓർമ്മകൾ പോലും, അതായത് പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോയവരെ ഒന്ന് അനുസ്മരിക്കാൻ പോലും ഉള്ള മാന്യത ഒരു മനസ്സ് ഇയാൾ കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇയാളുടെ മനസ്സ് നിങ്ങൾ ഓർക്കണം. ഈ പ്രവർത്തകർ എങ്ങനെ വിശ്വസിച്ച്, എന്ത് വിശ്വസിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തെരുവിൽ സമരത്തിനിറങ്ങും? ഇപ്രകാരം ഉണ്ടായാൽ അവർ ഒറ്റപ്പെടും, അവർ ജയിലിലായി. ഇതുപോലൊരു സമ്മേളനം നടത്തിയപ്പോൾ ഞങ്ങളൊപ്പമുണ്ട്, ഞങ്ങളുടെ പ്രവർത്തകർ ഇപ്പോൾ ജയിലിലാണ്, പക്ഷെ അതുകൊണ്ടൊന്നും ഞങ്ങൾ തളരില്ല എന്ന് പറയേണ്ടുന്ന ഈ നേതാവ് PR ഏജൻസികൾ കൊടുത്തു ചില പ്രതിജ്ഞകളൊക്കെ ചൊല്ലി എന്തൊക്കെയോ നാടകം കളിച്ച് പോവുകയാണ് ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് ജയിലിൽ കിടക്കുന്ന ഇവർക്ക് ഒരുപക്ഷെ ദിവസങ്ങൾ കഴിയുമ്പോൾ ജാമ്യം ലഭിച്ചേക്കാം. പൊതുമുതൽ നശിപ്പിച്ചതിന് ലക്ഷങ്ങളോ കോടികളോ ചിലപ്പോൾ പിഴ ഈടാക്കിയേക്കാം. അതെല്ലാം ഈ യുവ നേതാക്കന്മാരുടെ പിടലിയിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ നാണം കെട്ട കേക്കച്ചൻ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ മുണ്ടുപൊക്കി കാണിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്ത് വിശ്വസിച്ചാണ് ഈ പാർട്ടിയിലെ യുവ നേതാക്കൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തെരുവിലിറങ്ങുന്നത്? അങ്ങനെ ഇന്നലെ KPCC സംഘടിപ്പിച്ച അവിശ്വാസി സംഗമം പൊളിഞ്ഞു നാറി. ഇത് കർണാടക ലോബി കനകൊലുവിന്റെ ടീം പറഞ്ഞതനുസരിച്ചിട്ടാണ് എത്രയും പെട്ടെന്ന് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ പരമാവധി മൈലേജ് എടുക്കാം, വിശ്വാസികൾ മുഴുവൻ കമന്നു വീഴും എന്ന് പറഞ്ഞാണ് ഇവന്മാർ ഈ പരിപാടി നടത്തിയത്. യുവ നേതാക്കന്മാരെ എല്ലാം ഒഴിവാക്കി കടൽക്കിഴവന്മാരെ എല്ലാം പരമാവധി സംഘടിപ്പിച്ച് ആ വേദിയിൽ സംഘടിപ്പിച്ച പരിപാടിയാണ്. പക്ഷേ അത് കീറിപ്പറഞ്ഞുപോയി. ഒരൊറ്റ വിശ്വാസികൾ പോലും ആ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ജനങ്ങൾ ഈ കേക്കച്ചനോടും സംഘത്തോടും ചോദിക്കുകയാണ്, നിങ്ങൾ ഈ നാട്ടിലുള്ള മിടുക്കരായ യുവനേതാക്കന്മാരെ ഒതുക്കി കർണാടകത്തിലെ PR ഏജൻസി പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിവിടെ ഒരു മൈലേജും കിട്ടത്തില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇന്നലെ പത്തനംതിട്ടയിൽ കണ്ടത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.